ഹലോ, വെൽക്കം ടു വിങ്സ് ടു വിൻ എഡ്യൂക്കേഷൻ. ദേശീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ എന്ന പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേശീയ പ്രസ്ഥാനങ്ങളുടെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ഭാഗത്തായിരുന്നു നമ്മൾ ആറ്റിങ്ങൽ കലാപം കണ്ടു, അഞ്ചുതെങ്ങ് കലാപം കണ്ടു, അതുപോലെ തന്നെ നമ്മളുടെ മലബാർ കലാപത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന പഴശ്ശി വിപ്ലവം കഴിഞ്ഞു. ഇനി കുണ്ടറ വിളംബരവും കുറിച്യ കലാപവും അതുപോലെ തന്നെ മലബാർ ജില്ലാ കോൺഗ്രസും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മലബാറിലെ പ്രധാനപ്പെട്ട മലബാർ കലാപത്തിലേക്ക് പോവുള്ളൂ. ഇവിടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കുണ്ടറ വിളംബരം. 1809 കുണ്ടറ വിളംബരം നടക്കുന്നത്. പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 കുറച്ചും കൂടെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടക്കുന്നത്. എവിടെയാണ് അത് നടന്നത്? കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കുണ്ടറ വിളംബരം നടത്തിയത്. കുണ്ടറ വിളംബരം 1809 ജനുവരി 11 കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് നടത്തിയത്. എന്തിനു വേണ്ടിയിട്ടാ? ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്ന് അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വേലുത്തമ്പി ദളവ നടത്തിയ പ്രസിദ്ധമായ ഒരു വിളംബരമാണ് കുണ്ടറ വിളംബരം. ഇതിന് പിന്നിൽ ഒരുപാട് കഥയുണ്ട്. വേലുത്തമ്പി ദളവ ഒരു ദളവ സ്ഥാനം ബ്രിട്ടീഷുകാരുടെ അടുത്ത് നിന്ന് കിട്ടി. പിന്നീട് അവരുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് അവരുടെ നയങ്ങൾക്കെതിരെ പോരാടാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വേലുത്തമ്പി ദളവ നടത്തിയ പ്രസിദ്ധമായ വിളംബരമാണ് കുണ്ടറ വിളംബരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ വിളംബരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിന്റെ ഒരു നാഴികക്കല്ലായിട്ടാണ് ഈ ഒരു വിളംബരത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്കാണ് ഇതിൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. താൻ മുന്നോട്ട് വെക്കുന്ന വിപ്ലവത്തിന് കർഷകരുടെ പിന്തുണ ലക്ഷ്യമാക്കിയാണ് ദളവ ഈ വിളംബരം പുറപ്പെടുവിച്ചത്. കർഷകരുടെ അന്നത്തെ കാലത്ത് അറിയാലോ, മെജോറിറ്റി കർഷകരായിരുന്നു. കർഷകരുടെ പിന്തുണ തന്റെ വിപ്ലവത്തിന്, താൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്ക് ആവശ്യമാണ് എന്ന് കണ്ടിട്ടാണ് ദളവ ഈ ഒരു വിളംബരം നടത്തിയിട്ടുള്ളത്. ഇതിനെ തുടർന്ന് ദേശാഭിമാനികളായ ആയിരക്കണക്കിന് യുവാക്കളാണ് വേലുത്തമ്പിയുടെ പിന്നിൽ ഇതിനു വേണ്ടിയിട്ട് അണിനിരന്നത്. ഓക്കെ, പ്രസിദ്ധമായ കുണ്ടറ വിളംബരം കഴിഞ്ഞതിന് ശേഷം കേരള മണ്ണ് സാക്ഷിയായിട്ടുള്ള അനോദർ കലാപമാണ് കുറിച്യർ കലാപം. 1812 കുറിച്യർ കലാപം നടക്കുന്നത്. വയനാട്ടിലെ ഒരു വിഭാഗമാണ് കുറിച്യർ എന്ന് പറയുന്നത്. 1812 വയനാട്ടിലാണ് കുറിച്യർ ലഹള നടന്നത്. ഇതിന്റെ നേതാവാരായിരുന്നു? രാമനമ്പിയായിരുന്നു. രാമമൂപ്പൻ എന്ന പേരിലും അറിയപ്പെടുന്ന രാമനമ്പിയായിരുന്നു ഈ കുറിച്യ ലഹളയുടെ നേതാവായിട്ടുള്ളത്. ഇതിനൊരു സ്ലോഗൻ ഉണ്ടായിരുന്നു, ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക, വട്ടത്തൊപ്പിക്കാരെ നാടുകടത്തുക, അല്ലെങ്കിൽ വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം. ഓക്കെ, അങ്ങനെ ഈ ഒരു കുറിച്യർ കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോൾ 1812 മെയ് 1 എന്തുണ്ടായി? മെയ് 1 ബ്രിട്ടീഷ് സൈന്യം കുറിച്യ കലാപത്തിന്റെ നേതാവായ രാമനമ്പിയെ പിടിച്ചു വധിച്ചു. മെയ് 8 തന്നെ ലഹള എന്ത് ചെയ്യപ്പെട്ടു? അടിച്ചമർത്തുകയും ചെയ്തു. കുറിച്യ കലാപം ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ പഴശ്ശി കലാപം അല്ലെ, നമ്മൾ നേരത്തെ കണ്ടു. പഴശ്ശി കലാപത്തിന് ആരുടെ പിന്തുണ ലഭിച്ചിരുന്നു? കുറിച്യരുടെ പിന്തുണ ലഭിച്ചിരുന്നു. അങ്ങനെ പഴശ്ശി യുദ്ധം അടിച്ചമർത്തിയതിനു ശേഷം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേല് തോമസ് വാർഡൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അമിതമായിട്ടുള്ള നികുതി ഏർപ്പാടാക്കി. നികുതി മാത്രമല്ല, അവരെ നികുതി പണമായിട്ട് തന്നെ അടക്കണം എന്ന് അവരെ നിർബന്ധിച്ചു. അവർ പല രീതിയിലാണ്, അതായത് വസ്തുക്കൾ മുഖേനയും പ്രൊഡക്റ്റ് ഒക്കെ ആയിരുന്നു നികുതിക്ക് പകരമായി അവർ നൽകിയിരുന്നത്. എന്നാൽ ഈ ഒരു പഴശ്ശി കലാപം അടിച്ചമർത്തിയതിനു ശേഷം കുറിച്യരും കുറുമ്പരും എന്തു ചെയ്യണം? നികുതി പണമായിട്ട് അടക്കണം എന്ന് തന്നെ അവര് ആര് നിർബന്ധിച്ചു? ബ്രിട്ടീഷുകാര് നിർബന്ധിച്ചു. അതിനെതിരെയാണ് കുറിച്യ കലാപം നടന്നത്. ഓക്കെ, അവർ പങ്കെടുത്തതിന് പ്രതികാരമായിട്ടാണ് ഈ ഇത്തരത്തിലുള്ള ഒരു നടപടിയൊക്കെ ആര് കൊണ്ടുവന്നത്? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. അങ്ങനെ കലാപം ഒരു ഗോത്ര കലാപമായിരുന്നുവെങ്കിലും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും പിന്തുണച്ചൊരു കലാപമായിട്ട് ആര് മാറി? കുറിച്യ കലാപം മാറുകയാണ് ഉണ്ടായത്.
മലബാർ ജില്ലാ കോൺഗ്രസ്. ആനി ബസന്റ് അധ്യക്ഷനായി 1916 പാലക്കാട്ട് വെച്ചാണ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം ചേർന്നത്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം ചേരുന്നത് ഏത് വർഷത്തിലാ? 1916 പാലക്കാട്ട് വെച്ച്. ഓക്കെ, അതിന്റെ ആദ്യത്തെ അധ്യക്ഷനാരായിരുന്നു? ആനി ബസന്റ്. ദെൻ KP കേശവ മേനോന്, KP രാമൻ മേനോന്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, K മാധവൻ നായർ, മൗദ് മൗലവി, MP നാരായണ മേനോന്, ഇവരൊക്കെ എന്തായിരുന്നു? മലബാറിലെ കോൺഗ്രസ് നേതാക്കളായിരുന്നു. പിന്നീട് 1916 ശേഷം 1920 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ അഞ്ചാമത്തതും ഏറ്റവും അവസാനത്തേതുമായിട്ടുള്ള രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത്. അവസാനത്തേതും അഞ്ചാമത്തേതുമായിട്ടുള്ള മലബാർ ജില്ലാ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുന്നത് 1920 മഞ്ചേരിയിൽ വെച്ചാണ്. ഈ മഞ്ചേരി സമ്മേളനത്തിന് ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. ഈ സമ്മേളനത്തെയാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലൊരു നാഴികക്കല്ലായിട്ട് കണക്കാക്കുന്നത്. കാരണം ഈ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട് ഭരണപരിഷ്കാരത്തെ കുറിച്ച് ചർച്ചയുണ്ടായി, കുടിയാൻ പ്രശ്നത്തെ കുറിച്ച് ചർച്ചയുണ്ടായി, ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ച് ഒക്കെ ചർച്ചയുണ്ടായ ഒരു സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ അഞ്ചാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള സമ്മേളനം. ഗാന്ധിജി കോഴിക്കോട് എത്തുന്നതും, അതായത് ഈ ഒരു പ്രസ്ഥാനത്തിന്, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഗാന്ധിജി കോഴിക്കോട്ട് എത്തിയതും ഏത് വർഷത്തിലാണ്? 1920 ഗാന്ധിജിയോടൊപ്പം ഖിലാഫത്ത് നേതാവ് ഷൗക്കത്ത് അലിയും അന്ന് കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ആയിരുന്നു. ഖിലാഫത്ത് കമ്മിറ്റിയുടെ കേരളത്തിന്റെ സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും ആയിരുന്നു. കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും അധികം ശക്തി പ്രാപിച്ചതും ഈ മലബാർ പ്രദേശത്ത് തന്നെയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഫോർത്ത് പാർട്ടിൽ നമുക്ക് മലബാർ കലാപത്തെ കുറിച്ചും നമുക്ക് കൂടുതൽ അറിയാം. താങ്ക് യു ഫോർ ലേണിംഗ്.